ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം ലഭിച്ച ധ്രുവന്റെ ഭഗവത് സ്തുതിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകം. ത്വദ്ദത്തയാ വയുനയാ ഇദം അചഷ്ട. വയുനയേദമചഷ്ട വിശ്വം സുപ്തപ്രബുദ്ധ ഇവ നാഥ ഭവത് പ്രപന്നഃ തസ്യ ആപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യത്തെ കൃതവിദാ കഥമാർത്തബന്ധോ. ഹേ നാഥ, ഭവത് പ്രപന്നഃ, അങ്ങയെ ശരണം പ്രാപിച്ച ബ്രഹ്മാവ്, ത്വദ്ദത്തയാ, അങ്ങ് കൊടുത്ത, വയുനയ, ജ്ഞാനം കൊണ്ട്, സുപ്തപ്രബുദ്ധഃ ഇവ, ഉറക്കം വിട്ട് ഉണർന്നെഴുന്നേറ്റവൻ എന്നതുപോലെയാണ് ഓരോ കൽപ്പത്തിലും പിന്നീട് ഈ ലോകത്തെ ദർശിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇദം വിശ്വം, ഈ ലോകത്തെ ആ ബ്രഹ്മാവ് അചഷ്ട, കണ്ടുപോലും. അതിനുശേഷമാണ് സൃഷ്ടിക്കാനുള്ള ജ്ഞാനം ഒക്കെ ഭഗവാൻ കൊടുക്കുന്നത്. ഇങ്ങനെ ആ സൃഷ്ടി പോലും നടക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താലാണല്ലോ. അങ്ങനെയുള്ള ആർത്തബന്ധോ, ഹേ ദീനബന്ധോ, തസ്യ തവ, അങ്ങനെയുള്ള അങ്ങയുടെ പാദമൂലം, ആ തൃച്ചേവടി, ആപവർഗ്യ ശരണം, മുക്തന്മാർക്ക് പോലും ശരണപ്രദമാണ്. അപവർഗം എന്നാൽ മോക്ഷം. ആപവർഗ്യം ആ മോക്ഷമാർഗത്തിൽ പോയി മുക്തന്മാരായ അവർക്ക് പോലും ശരണാഗതനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ പാദമൂലം കൃതവിദ, കൃതജ്ഞതയുള്ള ഒരുവനാൽ, വിസ്മരീയതേ കഥം, എങ്ങനെ മറക്കപ്പെടും, വിസ്മരിക്കപ്പെടും. ഈ സൃഷ്ടി നടന്ന് നമ്മൾ ഈ ലോകത്തിരിക്കാൻ തന്നെ കാരണം ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ കൃതജ്ഞതയോടെ ആർക്കാണ് ഓർക്കാതിരിക്കാൻ സാധിക്കുക? അപ്പോൾ കൃതജ്ഞതയോടെ ഓർക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ശക്തിയേ ഈ ലോകത്തില്ല എന്ന് പറയുന്നവരുടെ കാര്യം പിന്നെ എന്ത് പറയാനാണ്? ആരുള്ളത് കൊണ്ടാണോ ആ ശക്തിയെ തന്നെ നിഷേധിക്കുന്നത്? ആ ശക്തിയുടെ അനുഗ്രഹമില്ലാതെ ഒരടി പോലും നടക്കാൻ, അനുഗ്രഹം എന്നാൽ ആ ശക്തിയുടെ ആ പ്രചോദനം, പ്രേരണ ഇല്ലാതെ ഒരടി പോലും നടക്കാൻ പറ്റാതെ ഉള്ളവരാണ് സകല ചരാചരങ്ങളും. വൈദ്യുതിയാൽ കറങ്ങുന്ന ഫാൻ അഹങ്കരിച്ചിട്ട്, വൈദ്യുതിയോ അതെന്താ സാധനം എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഇവിടെ പല മനുഷ്യരും ഈശ്വരനോ അതെന്ത്, മിഥ്യ എന്നൊക്കെ പറയുന്നത്. അതാണ് ധ്രുവൻ അതിശയത്തോടെ ചോദിക്കുകയാണ്, അങ്ങയെ എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? കൃതജ്ഞതയോടെ അല്ലാതെ അങ്ങയെ കുറിച്ച് ഓർക്കാൻ സാധിക്കുകയില്ല. ത്വദ്ദത്തയാ വയുനയേദമചഷ്ട വിശ്വം സുപ്തപ്രബുദ്ധ ഇവ നാഥാ ഭവത് പ്രപന്ന തസ്യാപവർഗ്യ ശരണം തവ പാദമൂലം വിസ്മര്യത്തെ കൃതവിദാ കഥമാർത്തബന്ധോ. ഇനി പറയുന്ന ശ്ലോകം കേൾക്കുമ്പോൾ ധ്രുവൻ തന്നെ തന്നെ നിന്ദിക്കുകയാണോ എന്ന് തോന്നും. എങ്കിലും നേരത്തെ പറഞ്ഞു, ഇത് ധ്രുവൻ എന്ന കൊച്ചുകുട്ടിയല്ല സ്തുതിക്കുന്നത്, ധ്രുവന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ശ്ലോകങ്ങളെയൊക്കെ ആ രീതിയിൽ വേണം കാണാൻ. അതുകൊണ്ട് ഇനി പറയുന്ന 9ാമത്തെ ശ്ലോകം പറയുന്നത് ശരിക്കും ഭഗവാനിൽ സർവവും സമർപ്പിച്ചാൽ നമ്മെ ഭഗവാൻ വേണ്ട രീതിയിൽ വഴി നടത്തും.
യഥാർത്ഥത്തിൽ അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ എന്നിട്ടും നമുക്ക് വീണ്ടും ഒരു എക്സ്ട്രാ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ സകാമ ഭജനം ചെയ്യുന്നവരൊക്കെ മഹാമൂഢന്മാരാണെന്ന് ധ്രുവൻ പറയുകയാണ്. അല്ലെങ്കിൽ ധ്രുവന്റെ ഉള്ളിലുള്ള ആ ശക്തി പറയുകയാണ്. 9ാമത്തെ ശ്ലോകം. നൂനം വിമുഷ്ടമതയഃ തവ വിമുഷ്ടമതയസ്തവ മായയാത്തെ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണം അന്യഹേതോഃ ഭവാപ്യയ വിമോക്ഷണമന്യഹേതോഃ അർച്ചന്തി കൽപകതരും കുണപ ഉപഭോഗ്യം ഇച്ഛന്തി കുണപോപഭോഗ്യമിച്ഛന്തി യത് സ്പർശജം നിരയേപി നൃണാം. യാവ ചിലർ ഭവാപ്യയ വിമോക്ഷണം, ഭവം ഈ സംസാരം, അപ്യയം മൃത്യു, അതായത് ജനന മരണം എന്ന അർത്ഥം, ഇതിൽ നിന്ന് വിമോക്ഷണം മുക്തിക്ക് ഹേതുഭൂതനായ, യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രാർത്ഥിക്കേണ്ടത് ഈ സംസാര ചക്രത്തിൽ നിന്ന് കരകയറ്റാനുള്ള സാധനയ്ക്കുള്ളൊരു പ്രേരക ശക്തി ആയിട്ട് ഭഗവാൻ ഭവിക്കണം എന്നാണ്. നമ്മൾ എന്തിനും അധ്വാനിക്കണം, ഭക്തി ഉണ്ടാകാനും അധ്വാനിക്കണം. അല്ലാതെ ഭഗവാനെ ഭക്തി തരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമൊന്നും ഭക്തി ഉണ്ടാവുകയില്ല. ഭക്തിയുടെ ലക്ഷണമറിഞ്ഞ് അങ്ങനെ ആവാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനൊരു പൂർത്തീകരണം. അല്ലാതെ ഭക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാൻ അത് തരട്ടെ, അതുവരെ ഇങ്ങനെ വെറുതെ ഇരിക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. ഭക്തിയുടെ ലക്ഷണം മനസ്സിലാക്കുക. എങ്ങനെയുള്ളവനെയാണ് ഭഗവാൻ ഭക്തൻ എന്ന് വിളിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഭക്തരായി തീരും. അല്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നാലൊന്നും ഭക്തരാവുകയില്ല. അതാണ് പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് പോലും അതിനുള്ള സാധനയ്ക്കുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവണേ ഭഗവാനെ, ഈ ജന്മ മൃത്യു വിമുക്തിക്കായിട്ടുള്ള സാധന. അങ്ങനെ അതിന് പോലും സാധിക്കുന്ന, അതിനാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെയുള്ള ത്വാം, അങ്ങയെ അന്യഹേതോഹോ, മറ്റ് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അർച്ചന്തി, ആരാണോ ഭജിക്കുന്നത്, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഭജിക്കുന്നത്? തേ, അവർ തവ മായയാ വിമുഷ്ടമതയഃ, എന്ത് ചെയ്യാം, അവർ ഭഗവാന്റെ മായയിൽ കുടുങ്ങി ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊക്കെയാണ് ആത്യന്തികമായ സുഖം എന്ന് ചിന്തിച്ച് വിമുഷ്ടമതയഃ, വിമുഷ്ടം വഞ്ചിക്കപ്പെട്ട മതി, ബുദ്ധിയോടുകൂടിയവരായി തീരുന്നു. എന്ത് ചെയ്യാം, ഭഗവാന്റെ മായ തന്നെയാണ് അവരെ വഞ്ചിക്കുന്നത്. നൂനം, സംശയമില്ല. അങ്ങനെയുള്ള അവരാകട്ടെ, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ, കൽപ്പകതരും അർച്ചയന്തി, അതായത് നമുക്ക് എന്തും തരുന്ന ഒരു കൽപ്പവൃക്ഷത്തെ കിട്ടി, എന്നിട്ട് അവിടെ പോയിട്ട് ഗുണപോപഭോഗ്യം, ഗുണപം എന്നാൽ ശവപ്രായമായ ശരീരം, അതുകൊണ്ട് അനുഭവയോഗ്യമായ ഭോഗ്യം, വിഷയസുഖത്തെ ഇച്ഛന്തി, ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതേസമയം യത്, ഈ ഒരു സ്പർശജം, വിഷയസുഖം എന്നത് നൃണാം, മനുഷ്യർക്ക് നിരയേ അപി, നരകത്തിൽ പോലും കിട്ടുന്നതാണ്. അത്രയും തുച്ഛമാണ് ഈ വിഷയസുഖം എന്നൊക്കെ പറയുന്നത്. ഈ തുച്ഛമായ വിഷയസുഖം ലഭിക്കാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവുമില്ല. അതൊക്കെ നമ്മുടെ പ്രാരബ്ധ കർമ്മമായിട്ട് നമുക്ക് കിട്ടിക്കോളും. പ്രാർത്ഥിക്കേണ്ടത് അതിതു മാത്രമാണ്. ഈ സാധനയിൽ മുന്നോട്ടു പോവാനുള്ള മനഃശക്തി തരണം. ഒരു യഥാർത്ഥ ഭക്തനാവാൻ, ഭക്തയാവാനുള്ള സാധനയിൽ, മുക്തി നേടാനുള്ള സാധനയിൽ, അത് മുന്നോട്ടു പോവാൻ അതിനുള്ളൊരു ശക്തി തരണമേ ഭഗവാനെ. അത് മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ച് നേടേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പ്രാരബ്ധ കർമ്മമായിട്ട് വരുന്നതാണ്.
നൂനം വിമുഷ്ടമതയസ്തവ മായയാ തേ യേ ത്വാം ഭവാപ്യയ വിമോക്ഷണമന്യഹേതോഃ അർച്ചന്തി കൽപകതരും ഗുണപോപഭോഗ്യമിച്ഛന്തി യത് സ്പർശജം നിരയേപി നൃണാം. ഈ ലൗകിക സുഖങ്ങളൊന്നും പ്രാർത്ഥിച്ച് നേടേണ്ടതില്ല എന്ന് പറയാൻ കാരണം ആ സുഖങ്ങൾക്കൊന്നും ഒന്നാമത് ഒരു സ്ഥിരതയില്ല, പിന്നൊന്ന് അതൊക്കെ ഭഗവത് കഥാശ്രവണത്തിൽ രുചി വരുന്നത് വരെ മാത്രമേ നമുക്ക് ഈ ലൗകിക സുഖമൊക്കെ വലിയ എന്തോ കാര്യമായിട്ട് തോന്നുകയുള്ളൂ. അതാണ് 10ാമത്തെ ശ്ലോകം. യാ നിർവൃതിഃ തനുഭൃതാം നിർവൃതിസ്തനുഭൃതാം തവ പാദപദ്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാ സ്യാത് സാ ബ്രഹ്മണി സ്വമഹിമനി സ്വമഹിമന്യപി നാഥ മാ ഭൂത് കിം തു അന്തകാസിലുളിതാത് പതതാം വിമാനാത്. തനുഭൃതാം ശരീരം സ്വീകരിച്ചിരിക്കുന്നവർക്ക് യാ നിർവൃതിഃ യാതൊരു പരമാനന്ദം തവ പാദപത്മധ്യാനാത് ഭഗവാനിലുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ, അതാണ് ഈ പാദാരവിന്ദ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനിലുള്ള ഭക്തി വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം എന്നത് പിന്നെ എല്ലാവരോടും ഒരു സ്നേഹമാണ്, എന്തെന്നില്ലാത്തൊരു സ്നേഹം. എല്ലാവരിലും ഈശ്വരനെ കാണാൻ, അതുപോലെ പ്രകൃതിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, വെറുതെ ഒരു സന്തോഷം, അങ്ങനെയൊക്കെ നമുക്കുണ്ടാകുമ്പോൾ ആ പാദാരവിന്ദ ധ്യാനം കൊണ്ടോ അഥവാ ഇനി അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് ഭവജന കഥാശ്രവണേന, ഭഗവത് ഭക്തജനങ്ങളുടെ മുഖത്ത് നിന്ന് പുറപ്പെടുന്ന സത്കഥാശ്രവണം കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭക്തിയുള്ളവർക്ക് ഉള്ളിൽ രസമുണ്ടാകുന്നത്, ആനന്ദമുണ്ടാകുന്നത്. ഈ ശ്രവണം കൊണ്ടോ ഭഗവത് ധ്യാനം കൊണ്ടോ ഉണ്ടാകുന്ന രസം സ്യാത്, അത് ഉണ്ടാകുമോ? സാ ആ രസം സ്വമഹിമനി ആത്മാനന്ദ സ്വരൂപമായ ബ്രഹ്മണി അപി ബ്രഹ്മസായുജ്യത്തിൽ പോലും മാഭൂത് സംഭവിക്കില്ലത്രേ. ഭക്തിയുടെ ആ മൂർധന്യാവസ്ഥയിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഭഗവത് കഥകൾ കേൾക്കുമ്പോഴും ഭഗവാനിൽ അതേപോലെ ഭക്തി ഉറച്ചവരുമായിട്ടുള്ള ആ സംസർഗം ലഭിക്കുമ്പോഴും കിട്ടുന്ന ആനന്ദം ആ ബ്രഹ്മസായുജ്യത്തിൽ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തന്റെ അടുത്ത് വന്നിട്ട് ഭഗവാൻ നിനക്ക് മുക്തി തരാം എന്ന് പറയുമ്പോൾ ഭക്തൻ പറയും, വേണ്ട, എനിക്ക് ഭക്തി മതി, മുക്തി വേണ്ട, എത്ര ജന്മം വേണമെങ്കിലും തന്നോളൂ. ഇങ്ങനെ ഭക്തനാകാൻ പറ്റുമെങ്കിൽ എന്നെ കാലേക്കുട്ടി ഭക്തനാക്കണം. കുറച്ച് വൈകി, ഈ ജന്മത്തിൽ വൈകിപ്പോയി, പക്ഷേ ഇനി വരുന്ന ജന്മങ്ങളിൽ കാലേക്കുട്ടി എന്നെ ഭക്തനാക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് മുക്തി പോലും വേണ്ട എന്ന് പറയും. അപ്പോൾ പിന്നെ ഭഗവാനെ ഭജിച്ചിട്ട്, നേരത്തെ പറഞ്ഞു സ്വർഗാദി സുഖമൊക്കെ കിട്ടുമല്ലോ വേണമെങ്കിൽ, അതൊക്കെ എന്തിനാണ്? ഹേ നാഥ, അന്തകാസി ലുളിതാത്, അന്തകന്റെ അസി വാള്, ആ കാലഖഡ്ഗത്താൽ ലുളിതം വിച്ഛിന്നമായ വിമാനാത്ത് പതതാം കിം തു, താഴോട്ടു വീഴുന്നവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അതായത് സ്വർഗസുഖമൊക്കെ കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. എത്ര കാലമുണ്ടാകും? ആ പുണ്യം തീരുന്നത് വരെ. അത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരണം. അതിനെയാണ് ഇവിടെ കാലഖഡ്ഗത്താൽ വിച്ഛിന്നമായ ദിവ്യയാനത്തിൽ നിന്ന് താഴോട്ട് വീഴും. അതുകൊണ്ട് എത്ര നിങ്ങൾ പ്രാർത്ഥിച്ച് സ്വർഗസുഖം നേടിയാലും അവിടെ ഇരിക്കുമ്പോഴും ചിന്ത ഇതായിരിക്കും, ഈ പുണ്യം കഴിഞ്ഞാൽ താഴേക്ക് പോകണമല്ലോ എന്ന്. അതായത് നമ്മളൊരു വിനോദയാത്ര പോവുകയാണെന്ന് വിചാരിക്കാം. അത് കുടുംബമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കൂടിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ പോവുകയാണെങ്കിൽ
വീട്ടിൽ കിട്ടുന്നതിനേക്കാളും ഒരു സുഖവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ആ ചിന്തയൊക്കെ വിട്ടിട്ട്, ജോലിയുടെ സമ്മർദ്ദം വിട്ട്, ഇനി വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ സ്ഥിരമുള്ള ആ ഒരു റുട്ടീൻ അതൊക്കെ വിട്ടിട്ട് ഒരു വേറെ തന്നെ ഒരു രസമാണ് ഈ വിനോദയാത്രകൾ. പക്ഷേ വിനോദയാത്രയ്ക്ക് പോകുമ്പോഴുള്ള ആ ഒരു രസം ഓരോ ദിവസം കഴിയുന്തോറും കുറഞ്ഞു വരും. വേറൊന്നുമല്ല, തിരിച്ചിനി വീട്ടിൽ പോയി വീണ്ടും ആ ജോലി, മടുപ്പ്, എന്നും ഒരേ രീതിയിലുള്ള ജീവിതം, ഇത് വീണ്ടും ഇതേ രീതിയിൽ ആവർത്തിക്കാൻ പോവുകയാണല്ലോ. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, ഇനി 1 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അയ്യോ ഇന്നത്തെ പകല് കഴിഞ്ഞല്ലോ. ഇങ്ങനെ ഓരോ നിമിഷവും ആലോചിച്ചിട്ട് തന്നെ ആ പോയതിൻ്റെ പകുതി ദിവസവും ആസ്വദിക്കാൻ സാധിക്കാതെയാകും. അതേസമയം വീട്ടിലിരുന്നും ജീവിതം അത്രയും ആസ്വദിക്കുന്ന ഒരാൾക്ക് ഇനി ഒരു പക്ഷേ പുറത്ത് പോയാലും അവിടെയും ആസ്വദിക്കാം. തിരിച്ചു വീട്ടിൽ വന്നാൽ അവിടെ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോർത്ത് ജീവിതം ഒരിക്കലും ഒരു മടുപ്പ് തോന്നാത്ത വിധത്തിൽ അങ്ങനെ ജീവിക്കുന്നവർക്ക് എവിടെ പോയാലും സന്തോഷം, തിരിച്ചു വരുന്നതും സന്തോഷം, എപ്പോഴും സന്തോഷം. ഇതുപോലെയാണ് ഒരു ഭക്തന്റെ ജീവിതം. യാ നിർവൃതിസ്തനുഭൃതാം തവ പാദപത്മധ്യാനാത് ഭവജ്ജനകഥാശ്രവണേന വാസ്യാ സാ ബ്രഹ്മണി സ്വമഹിമന്യഭിനാഥാമാഭൂത് കിം ത്വന്തഗാസി ലുളിതാത് പതതാഭിമാനാത്. അതുകൊണ്ട് എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്? ഭക്തി വർദ്ധിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സജ്ജന സംസർഗം, അതാണ് പ്രാർത്ഥിക്കേണ്ടത്. 11ാമത്തെ ശ്ലോകം. ഭക്തിം മുഹുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗഃ പ്രസംഗോ ഭൂയാത് അനന്ത ഭൂയാദനന്ത മഹതാം അമലാശയാനാം യേന അഞ്ജസ ഉൽബണം ഉരുവ്യസനം യേന അഞ്ജസോൽബണമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്തഃ. ഹേ അനന്ത, ത്വയി അങ്ങയിൽ, മുഹുഹു നിരന്തരം, ഭക്തിം പ്രവഹതാം ഭക്തിയെ ഉൾക്കൊള്ളുന്നവരും. ആരുമായിട്ടുള്ള സംസർഗമാണ് വേണ്ടത്? ഭഗവാൻ തന്നെ ശരണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അമലാശയാനാം. ഇങ്ങനെ ഭഗവാനിൽ ഭക്തി ഉറച്ചവർ നിർമ്മലമായ അന്തഃകരണം ഉള്ളവരായിരിക്കും. അത്തരത്തിലുള്ളവരുടെ മഹതാം മഹാത്മാക്കളുടെ പ്രസംഗഃ പ്രകർഷേണയുള്ള അത്യധികമായ നമുക്ക് ആകർഷണവും സന്തോഷത്തെയും തരുന്ന ആ സംസർഗത്തെ മേ ഭൂയാത് എനിക്കിടക്കിടെ ഉണ്ടാവണമേ ഭഗവാനെ. ഏന എന്തുകൊണ്ടെന്നാൽ ഈ ഒരു സംസർഗം കൊണ്ട് ഭവത് ഗുണ കഥാമൃത പാനമത്തഃ ഭഗവാന്റെ ഗുണങ്ങളെ അത് അനുഭവിച്ച് പറഞ്ഞു തരാൻ അവർക്ക് സാധിക്കുമ്പോൾ ആ കഥാസുധയുടെ പാനത്താൽ മത്തനായിട്ട് ലഹരിയാർന്ന ഞാൻ ഉൽബണം ഉരുവ്യസനം അത്യുഗ്രവും അതിക്ലേശകരവുമായിട്ടുള്ള ഭവാഭ്യം ഈ സംസാര സാഗരത്തെ അഞ്ജസാനേഷി അനായാസേന ഞാൻ കടന്നുകൊള്ളും. അതായത് നമ്മൾ ആ സംസാര സാഗരത്തെ തരണം ചെയ്യുകയാണ് എന്ന തോന്നല് പോലും ഇല്ലാത്ത വിധത്തിൽ അതങ്ങനെ നമ്മളെ വിട്ടുപോകും. ആ മായ നമ്മെ വിട്ടുപോകുന്നത് നമ്മൾ പോലും മനസ്സിലാക്കുകയില്ല. അതിന് നിരന്തരമായ സംസർഗം, ഭഗവത് ഭക്തി ഉറച്ച അടിയുറച്ചവരുമായിട്ടുള്ള നിരന്തര സമ്പർക്കം, അതിന് അനുഗ്രഹിക്കണമേ ഭഗവാനെ. ഭക്തിം മുഹു പ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്ത മഹതാമമലാശ്രയാനാം യേനഞ്ജസോൽബണമുരുവ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവദ്ഗുണകഥാമൃതപാനമത്ത. 12ാമത്തെ ശ്ലോകം.
തേന സ്മരന്തി അതിതരാം സ്മരന്ത്യതിതരാം പ്രിയം ഈശാ പ്രിയമീശാ മർത്യം ഏ ച അന്വദഃ ചാന്വദഃ സുതസുഹൃദ് ഗൃഹവിത്തദാരാഃ യേ തു അബ്ജനാഭാ ത്വബ്ജനാഭാ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യ ലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ. കഥാശ്രവണം എങ്ങനെയാണ് നമുക്ക് ഭക്തിയെ തരുന്നതും പിന്നീട് ഈ ഭവസാഗരത്തിൽ നിന്ന് മുക്തിയെ തരുന്നതും എന്ന് പറയുകയാണ്. ഏ ഈശ, ഭഗവാനെ, അബ്ജനാഭ, പത്മനാഭ, ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യം, അവിടുത്തെ പാദകമലത്തിൻ്റെ ആ സുഗന്ധം, അതിൻ്റെ ആ സുഗന്ധം പരത്തുന്നവയാണ് അങ്ങയെ സംബന്ധിച്ച കഥകൾ. ആ മണം എത്ര കിട്ടിയാലും മതി വരാത്ത ലുബ്ധന്മാർ, അവരാണ് ഭക്തന്മാർ. അത് കിട്ടാനായിട്ട് ഇങ്ങനെ കൊതിയോടെ നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ലുബ്ധഹൃദയേഷു, ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളുടെ സുഗന്ധം നുണയാൻ കുതിപൂണ്ടിരിക്കുന്ന മഹാത്മാക്കളുമായിട്ടാണ് കൃതപ്രസംഗാഹ, ആ സമ്പർക്കം പുലർത്തേണ്ടത്. അങ്ങനെ പുലർത്തുന്നവർ യേതു, ആരാണോ ആ സമ്പർക്കം പുലർത്തുന്ന സാധാരണക്കാർ, അവർ ഈ സമ്പർക്കം നിലനിൽക്കുന്നിടത്തോളം തേ, അവർക്ക് പ്രിയപ്പെട്ട, തേ പ്രിയം മർത്യം, ആദ്യം അവനവന്റെ ശരീരത്തെ മറന്നു പോകുന്നു. പിന്നെ ഈ ശരീരത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴാണ് അധഹ അനു, ഇതിനെ സംബന്ധിച്ച് അനുബന്ധിച്ച് നിൽക്കുന്ന സുതം, മക്കള്, സുഹൃത്ത്, ഗൃഹം, വിത്തം, ധനം, ധാരാഹ, ഭാര്യ, ഏ, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ ച അതിതരാം, അതിനെയും ന സ്മരന്തി, സ്മരിക്കുകയില്ല. കാരണം അവനവന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഞാൻ. നമ്മൾ പോലും അറിയാതെ എന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തെ മറന്നുപോകും. അതിനു മുൻപൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിന്റെ തലത്തിലാണ്. ആ മനസ്സുകൊണ്ടാണ് ഈ ലോകത്ത് ഈ ശരീരം, ഈ ഞാൻ, എനിക്ക് കുറെ ബന്ധുക്കൾ എന്നൊക്കെ ചിന്തിക്കുന്നത് ആ മായയിൽപ്പെട്ട മനസ്സിന്റെ തലത്തിലാണ്. എന്നാൽ കഥ കേൾക്കുമ്പോൾ ആ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ നിന്ന് മാറി അലൗകികമായ ആ ജീവാത്മസ്വരൂപവുമായിട്ടൊരു ബന്ധം നമ്മൾ അറിയാതെ അവിടെ കണക്റ്റ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ശരീരത്തെ മറന്നു പോകുന്നു. അത് സ്വാഭാവികമായി ഭവിക്കുന്നതാണ്. നമ്മൾ നമ്മെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. തേന സ്മരന്ത്യതിതരാ പ്രിയമീശാമർത്യം ഏ ചാന്വദസുതസുഹൃദ്ഗൃഹവിത്തദാരാഃ ഏ ത്വബ്ജനാഭാ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യലുബ്ധഹൃദയേഷു കൃതപ്രസംഗാഃ. 13ാമത്തെ ശ്ലോകം. തിര്യക് നഗ ദ്വിജ സരീസൃപ ദേവ ദൈത്യ മർത്യാദിഭിഃ പരിചിതം സത് അസത് വിശേഷം, സദസത് വിശേഷം രൂപം സ്ഥവിഷ്ഠം അജ, സ്ഥവിഷ്ഠമജ തേ മഹദാദി അനേകം, മഹദാദ്യനേകം ന അതഃ പരം, നാതഃ പരം പരമാ വേദ്മി ന യത്ര വാദഃ. ഹേ അജ, ജന്മരഹിതനായിട്ടുള്ള അലയോ ഭഗവാനെ, തിര്യക് മൃഗങ്ങൾ, നഖം വൃക്ഷങ്ങൾ, ദ്വിജം പക്ഷികൾ, സരീസൃപം സർപ്പങ്ങൾ, ദേവന്മാർ ദൈത്യന്മാർ, മർത്യാദിഭിഹി ഈ ജീവരാശികളാൽ പരിചിതം, അവർക്കൊക്കെ പരിചിതമായിട്ടുള്ളത് സദസത് വിശേഷം, സ്ഥൂല സൂക്ഷ്മ വിഭാഗത്തോടു കൂടിയതും, മഹദാദി അനേകം, മഹത്തത്വം അടങ്ങിയ, മഹത്തത്വം തുടങ്ങിയ അനേകം കാരണങ്ങളോട് കൂടിയതുമായ തേ സ്ഥവിഷ്ഠം, അങ്ങയുടെ ഒന്നുകിൽ ഈ പ്രപഞ്ചാത്മകമായ രൂപം അല്ലെങ്കിൽ ഒരു വിഗ്രഹരൂപത്തിൽ അങ്ങിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയേ ഞങ്ങളെ പോലുള്ളവർക്ക് ഈ രൂപം വേദ്മി, ഞാനും ഇതൊക്കെയേ അറിയുന്നുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. അങ്ങയെ സ്ഥൂലമായി മാത്രമേ ഞങ്ങളെ പോലുള്ളവർക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ.
ഹേ പരമ സർവോന്നത അതഃപരം അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള യത്ര ആ ശക്തി, ആ ചൈതന്യം, ഇതിനെ അധികരിച്ചാണ് വാദഹ ന, അവിടെ പിന്നെ ശബ്ദ വ്യാപാരം ഇല്ല. അതിനെ, ആ ബ്രഹ്മപദ വാച്യരൂപത്തെയൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അതൊക്കെ നമ്മൾ അങ്ങനെ അന്വയിച്ച് ചേർക്കേണ്ടതാണ്. ഇവിടെ വാദഹ ന എന്നത് വരെയേ ഉള്ളൂ. അവിടെ ശബ്ദ വ്യാപാരമില്ല. പിന്നെ ഭഗവാൻ നമ്മുടെ യുക്തിക്കൊക്കെ അപ്പുറത്താകുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ യുക്തിയുക്തം പറയാൻ സാധിക്കണമെങ്കിൽ അതിനൊരു രൂപം വേണം, ഭാവം, ഗുണം, ഇതൊക്കെ വേണം. എന്നാൽ നമ്മൾ കാണുന്ന ആ രൂപം എന്നത് നമുക്ക് ആരാധിക്കാനായിട്ട് ഭഗവാൻ കാരുണ്യത്താൽ നമുക്ക് കാണിച്ചു തരുന്നതാണ്. പല ഋഷിമാർക്കും കാണിച്ചു കൊടുത്ത രൂപമാണ്. എന്നാൽ അതല്ല, അതിനുമപ്പുറത്തുള്ള ശബ്ദം പോലും ഇല്ലാത്ത, ശബ്ദ വ്യാപാരം പോലും ഇല്ലാത്ത, അതിനൊക്കെ അതീതമായിട്ടുള്ള ആ രൂപത്തെ ആരറിയാനാണ്? അറിയാത്തതിനെ എങ്ങനെയാണ് യുക്തി കൊണ്ട് അളക്കാൻ പോകുന്നത്? തിര്യങ്നഗദ്വിജ സരീസൃപദേവ ദൈത്യമർത്യാദിഭി പരിചിതം സദസദു വിശേഷം രൂപം സ്ഥവിഷ്ഠമജാതേ മഹദാദ്യനേകം നാഥഃ പരം പരമാവേദ്മി നയത്ര വാദ. ഏറ്റവും സ്ഥൂലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയും നമ്മുടെ കണ്ണിൽ കാണുന്ന പ്രകൃതിയെ അറിയുക എന്നല്ലാതെ ആ അതിവിസ്തൃതമായ ഭഗവാന്റെ രൂപത്തെയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ആ വിരാട് സ്വരൂപത്തെ പറഞ്ഞു കേൾക്കുക എന്നല്ലാതെ മനസ്സിലാക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിസൂക്ഷ്മവും ബുദ്ധിമുട്ടാണ്. അതിനായിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തെ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ഒരു ജ്ഞാനം ഉള്ളിലുണ്ടാവണമേ എന്ന്. 14-ാമത്തെ ശ്ലോകം. കൽപ്പാന്തേ ഏതദഖിലം ജഠരേണ ഗൃഹ്ണൻ ശ്വേതേ പുമാൻ സ്വദൃക് അനന്തസഖഃ തദംഗേ സ്വദൃക് അനന്തസഖസ്തദംഗേ യന്നാഭി സിന്ധുരുഹ കാഞ്ചന ലോകപത്മഗർഭേ ദ്യുമാൻ യന്നാഭി സിന്ധുരുഹ കാഞ്ചന ലോകപത്മഗർഭേ ദ്യുമാൻ ഭഗവതേ പ്രണതഃ അസ്മി പ്രണതോസ്മി തസ്മൈ. കൽപ്പാന്തകാലത്തിൽ ഏതദഖിലം ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ അങ്ങ് ജഠരേണ തൻ്റെ ഉദരത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അനന്തസഖഃ അനന്തസഹായനായിട്ട് തദംഗേ ആ അനന്തൻ്റെ 1000 ഫണങ്ങളുള്ള ആ അനന്തൻ്റെ ഉത്സംഗത്തിൽ സ്വദൃക് തൻ്റെ യോഗനിദ്രയെ അവലംബിച്ചിട്ട് യഹ പുമാൻ യാതൊരു പുരുഷനാണോ ശ്വേതേ പള്ളിക്കുറുപ്പ് കൊള്ളുന്നത് ആ യന്നാഭിഹി ആ ഭഗവാന്റെ നാഭി സിന്ധുരുഹം നാഭി സമുദ്രത്തിൽ കാഞ്ചന ലോകപത്മം സുവർണമയമായ ലോകം തന്നെയായിട്ടുള്ള പത്മം. ഈ പത്മമാണ് പിന്നീട് ലോകമായി മാറിയത്. അതുകൊണ്ടാണ് ലോകപത്മഗർഭേ. ആ ലോകാത്മകമായ പത്മത്തിന്റെ ഒത്ത നടുവിൽ കർണികയിൽ ദ്യുമാൻ തേജസ്വിയായ ബ്രഹ്മാവ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് കാരണഭൂതനായ തസ്മൈ ഭഗവതേ ഭഗവാനായിക്കൊണ്ട് പ്രണതഃ അസ്മി എൻ്റെ നമസ്കാരം. എപ്പോഴെങ്കിലും എനിക്കതിനുള്ള അർഹതയുണ്ടെങ്കിൽ ഭഗവാന്റെ ആ സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളുടെ ജ്ഞാനം ഉള്ളിൽ ഉദിക്കാൻ അർഹതയുണ്ടെങ്കിൽ അതിനനുഗ്രഹിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൽപ്പാന്തയേതദഖിലം ജഠരേണ ഗൃഹ്ണൻ ചേതേ പുമാൻ സ്വദൃഗനന്തസഖസ്തദംഗേ യന്നാഭിസിന്ധുരുഹ കാഞ്ചനലോകപത്മഗർഭേ ദ്യുമാൻ ഭഗവതേ പ്രണതോസ്മി തസ്മൈ. ഇനി ഒരു ഭാവത്തിൽ ആ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ജീവനെ അപേക്ഷിച്ച് പരമാത്മാവിൻ്റെ വിശേഷണങ്ങൾ വളരെ അധികം തന്നെയാണ്.
അതിനെക്കുറിച്ചാണ് പറയുന്നത് 15ാമത്തെ ശ്ലോകം. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ കൂടസ്ഥ ആദിപുരുഷഃ ഭഗവാൻ സ്ത്ര്യധീശഃ. ഭഗവാൻ സ്ത്ര്യധീശ യദ്ബുദ്ധ്യവസ്ഥിതിം അഖണ്ഡിതയാ യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദ്രഷ്ടാ സ്ഥിതൗ അധിമഖഃ സ്ഥിതാവധിമഖോ വ്യതിരിക്ത ആസേ. ത്വം അങ്ങ് നിത്യമുക്ത പരിശുദ്ധ, സ്വാഭാവികമായിട്ട് തന്നെ മുക്തനാണ്. അപ്പോൾ ഇവിടെ ആ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് പറയുന്നത്. ജീവനെ നമുക്ക് നിത്യമുക്തം എന്ന് പറയാൻ പറ്റില്ല, കാരണം ശരീരവുമായിട്ട് ബന്ധിക്കുന്നത് കൊണ്ട്. എന്നാൽ ആ പരമാത്മാവ് നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ, പരിശുദ്ധനാണ്, വിബുദ്ധനാണ്, സർവജ്ഞനാണ്. പക്ഷേ ഈ ജീവൻ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് അജ്ഞാനിയെ പോലെ ആയിത്തീരുന്നു. ആത്മാ കൂടസ്ഥ ആദിപുരുഷ ഭഗവാൻ, എല്ലാം ഭഗവാന്റെ ഒരു പര്യായമെന്നോ ഭഗവാന്റെ ഗുണവിശേഷണങ്ങളാണ്. അതായത് ആ പരമപുരുഷന്റെ ആത്മാ, എല്ലാറ്റിനും ചൈതന്യം കൊടുക്കുന്ന വൈദ്യുതി പോലെ എല്ലാറ്റിനും ചൈതന്യം കൊടുക്കുന്നത് കൂടസ്ഥ, നിർവികാരനായിട്ട് എപ്പോഴും ഒരേപോലെ നിൽക്കുന്നത് ആദിപുരുഷ ഭഗവാൻ, ത്രിയധീശ, ത്രിഗുണങ്ങളുടെ അധീശനാണ്. യത് എന്തെന്നാൽ ബുദ്ധി അവസ്ഥിതം, ബുദ്ധിയുടെ അതാത് അവസ്ഥയെ അഖണ്ഡിതയാ ഇടതടവില്ലാതെ വിലസുന്ന സ്വദൃഷ്ടിയ തൻ്റെ വീക്ഷണത്താൽ ദ്രഷ്ട ദർശിക്കുന്ന നിൻതിരുവടി. ബുദ്ധിയുടെ എല്ലാ അവസ്ഥയും, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ അവസ്ഥയെ ഒരു സാക്ഷി രൂപത്തിൽ ഭഗവാൻ നോക്കിക്കാണുന്നു. എന്നാൽ ജീവൻ ഇതൊക്കെ അനുഭവിക്കുന്നതായിട്ടാണ് ആ ജീവന് തോന്നുന്നത്. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ പരമാത്മാവ് വ്യതിരിക്ത, ജീവനിൽ നിന്ന് വ്യതിരിക്തനാണ്, വേറെ തന്നെയാണ്. ഇങ്ങനെ സ്ഥിതവും ലോകപാലന വിഷയത്തിൽ അധിമഖ, യജ്ഞമൂർത്തിയായ വിഷ്ണുവായിട്ടും ആസേ, ഭഗവാൻ വർത്തിക്കുന്നുവല്ലോ. ആ പരമാത്മാവ് തന്നെ പല രൂപഭാവത്തിൽ വർത്തിക്കുന്നതിനെയാണ് പറയുന്നത്. പ്രപഞ്ചമാകെ നിയന്ത്രിക്കുന്ന ശക്തിയായി വർത്തിക്കുന്നു, എന്നാൽ ഓരോരുത്തരിലും ജീവസ്വരൂപമായി വർത്തിക്കുന്നു. എന്നാൽ അതേ ഭഗവാൻ തന്നെ യജ്ഞസ്വരൂപനായ മഹാവിഷ്ണുവായിട്ടൊരു രൂപത്തിൽ നമുക്ക് ആരാധിക്കാൻ പാകത്തിൽ ഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഭഗവാനെ അറിയാനും ആ ഒരു ജ്ഞാനം ഉള്ളിലുണ്ടാവണം. ത്വം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ ആത്മാ കൂടസ്ഥ ആദിപുരുഷോ ഭഗവാൻ സ്ത്ര്യധീശ യദ്ബുദ്ധ്യവസ്ഥിതിമഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദ്രഷ്ടാ സ്ഥിതാവധിമഖോ വ്യതിരിക്ത ആസേ. ഇനി ആ ബ്രഹ്മരൂപത്തിലുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ്. 16ാമത്തെ ശ്ലോകം. യസ്മിൻ വിരുദ്ധഗതയഃ വിരുദ്ധഗതയോ ഹി അനിശം യനിശം പതന്തി വിദ്യാദയഃ വിദ്യാദയോ വിവിധശക്തയഃ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവം ഏകം അനന്തം ആദ്യം ആനന്ദമാത്രം അവികാരം അഹം. വിശ്വഭവമേകമനന്തമാദ്യമാനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. യസ്മിൻ യാതൊരു പരമാത്മാവിൽ വിരുദ്ധഗതയ വിരുദ്ധ സ്വഭാവമുള്ള വിദ്യാദയ, അതായത് പരമാത്മാവിൻ്റെ ഒരു രൂപം തന്നെ വിദ്യയാണ്, അറിവാണ് എങ്കിൽ ആ പരമാത്മാവിൻ്റെ ശക്തി തന്നെയായിരിക്കുന്ന ഈ മായയിൽ തന്നെയാണ് അവിദ്യയും ഉള്ളത്. ഇങ്ങനെ വിദ്യാദയ, വിദ്യ അവിദ്യ തുടങ്ങിയ വിരുദ്ധ സ്വഭാവം ഉള്ളവയും, അതുപോലെ നിർവികാരനാണ് എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അതേ പരമാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഇവിടെ വിവിധ ശക്തയ, സർഗം സൃഷ്ടി, പിന്നെ ആ സൃഷ്ടിയിൽ നിന്നൊരു സൃഷ്ടി, വിസർഗാദി നാനാശക്തികളും അനിശംഭി ഇടവിടാതെ അനുപൂർവ്യാത് അനുക്രമം, ആ ക്രമത്തിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ
സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. തത് അങ്ങനെയുള്ള വിശ്വഭവം ഈ വിശ്വോത്പത്തിക്ക് കാരണമായ ഏകം എന്നാൽ ഒരേ ഒരു ചൈതന്യമായി, അനന്തം എന്നാൽ എത്രയുണ്ട് എന്ന് പറയാൻ പറ്റില്ല, അനന്തനായി, ആദ്യം ആദ്യമായിട്ട്, ഇവിടെ എപ്പോഴുണ്ടായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആദ്യം അതാണ്. ആനന്ദമാത്രം സച്ചിദാനന്ദ സ്വരൂപമാണ്, അവികാരം ഒരു മാറ്റവുമില്ലാതെ സ്ഥിരമായി നിലകൊള്ളുന്ന ആ ബ്രഹ്മസ്വരൂപത്തെ അഹം പ്രപദ്യേ ഞാൻ ശരണമടയുന്നു. യസ്മിൻ വിരുദ്ധഗതയോ ഹ്യനിശം പതന്തി വിദ്യാദയോ വിവിധശക്തയ ആനുപൂർവ്യാത് തദ്ബ്രഹ്മ വിശ്വഭവമേകമനന്തമാദ്യം ആനന്ദമാത്രമവികാരമഹം പ്രപദ്യേ. ഭഗവാനെ നമ്മുടെ നിസ്സാരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ഭജിക്കേണ്ടത് എന്ന് പറഞ്ഞെങ്കിലും അവസാനമായി ധ്രുവൻ പറയുന്നു, എങ്കിലും എന്നെപ്പോലെയുള്ളവർക്കും ആശ്രയം ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. അതാണ് 17ാമത്തെ ശ്ലോകം. സത്യ ആശിഷഃ സത്യാശിഷോ ഹി ഭഗവൻ തവ ഭഗവൻ സ്തവ പാദപദ്മം ആശീഹി തഥാ അനുഭജതഃ പാദപദ്മമാശീസ്തഥാ അനുഭജത പുരുഷാർത്ഥമൂർത്തേ അപി ഏവം ആര്യ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രാ ഇവ വാശ്രേവ വത്സകം അനുഗ്രഹ കാതരഃ അസ്മാൻ വത്സകം അനുഗ്രഹ കാതരോ അസ്മാൻ. ഹേ ഭഗവൻ, തഥാ ഇപ്രകാരം നിഷ്കാമമായി അനുഭജതഃ ഇടവിടാതെ ഭജിക്കുന്നവന് പുരുഷാർത്ഥമൂർത്തേഹേ പരമാനന്ദത്തെ, ആ പുരുഷാർത്ഥത്തെ തരുന്ന പരമാനന്ദമൂർത്തി തന്നെയായ തവ പാദപത്മം അങ്ങയുടെ തൃപ്പാദ കമലം തന്നെ ആശിഷഃ മറ്റ് ആഗ്രഹങ്ങളെക്കാളും അഭീഷ്ട ഫലങ്ങളെക്കാളും വലിയ സത്യാ ആശിഹി യഥാർത്ഥമായ അഭീഷ്ടഫലം അത് തന്നെയാണ്, അതെനിക്കും അറിയാം. പക്ഷേ ഹി നിശ്ചയം, ഹേ ആര്യ സ്വാമിൻ ഏവമപി അങ്ങനെയാണെങ്കിലും അത്രയും പാകത വന്നിട്ടില്ലാത്ത അനുഗ്രഹ കാതരഃ അങ്ങനെയുള്ളവരിൽ അവരിലും ഭഗവാൻ തന്നെയാണ് അവരുടെയും സംരക്ഷകൻ. അതുകൊണ്ട് ലോക അനുഗ്രഹ വ്യഗ്രതയുള്ള ഭഗവാൻ അങ്ങ് ദീനാൻ അസ്മാൻ. അപ്പോൾ ധ്രുവൻ തന്നെക്കുറിച്ചും കൂടെ പറയുകയാണ്, എന്നെ പോലുള്ള അങ്ങയെ ആശ്രയിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങയെ ആശ്രയിക്കുന്ന ഞങ്ങളെ പോലുള്ള അജ്ഞാനികൾക്കും അങ്ങ് തന്നെയാണ് ആശ്രയം. ഇതുപോലെ വാശ്ര, അതായത് ഇപ്പോൾ പ്രസവിച്ച പശു, വത്സകം ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ആ കുഞ്ഞിന് നടക്കാറാകുന്നത് വരെ കുഞ്ഞിന് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത്, ഇവ പരിപാലിക്കുന്നുണ്ടല്ലോ. അതായത് ഭഗവാനിൽ ആ നിഷ്കാമമായി ഭജന ചെയ്യണം എന്ന പാകത വരാത്തവരെയും ഭഗവാൻ കൈപിടിച്ച് നടത്തുമെന്നുറപ്പുണ്ട്. ആ ഗണത്തിലാണ് ഞാനും ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കും ആശ്രയം ഭഗവാനെ അങ്ങ് തന്നെയാണ്. സത്യാശിഷോ ഹി ഭഗവൻ സ്തവ പാദപദ്മമാശീസ്തഥാനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹ കാതരോസ്മാൻ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.